വിദ്യ കൊണ്ട് പ്രബുദ്ധരാവിനെന്ന് ആഹ്വാനം ചെയ്ത ശ്രീനാരായണ ഗുരുദേവൻ നേരിട്ട് വന്ന് ദീപപ്രതിഷ്ഠ നടത്തിയ കാരമുക്ക് ക്ഷേത്രത്തിനോടനുബന്ധമായി സ്ഥാപിതമായ കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. നമുക്ക് വിദ്യാലയത്തിലെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ്. എൻ്റെ പേര് പ്രീത പി രവീന്ദ്രൻ. നമ്മുടെ സ്കൂളിൽ +2-ന് 110 കുട്ടികളാണ് അറ്റൻഡ് ചെയ്തത്. നമ്മുടെ സ്കൂളിലേക്ക് ഈ മക്കൾ നല്ല രീതിയിൽ പഠിച്ചു. എല്ലാം PTA മാനേജ്മെൻറ്റ് ടീച്ചേഴ്സ് എല്ലാവരും പ്രോത്സാഹിപ്പിച്ചാണ് നമുക്ക് ഈ കുറി 86% കിട്ടിയിരിക്കുന്നത്. കോമേഴ്സ് വിഭാഗം 87%, പിന്നെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം 84% നമ്മൾ കരസ്ഥമാക്കിയത്. നമ്മുടെ ഈ ഒരു ഗ്രാമ്യ ചാനൽ നമ്മുടെ മക്കൾക്ക് അവാർഡ് നൽകുന്നുണ്ട്. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. എല്ലാ മക്കൾക്കും ഇനിയും അവർ ഉന്നതങ്ങളിൽ എത്തട്ടെ എന്നും ഈ ചാനലും ഇനിയും മുന്നോട്ട് പോകട്ടെ എന്നും നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ഒരു അവാർഡ് ലഭിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നമസ്കാരം. ഞാൻ SNGS HSS കാരമുക്ക് സ്കൂളിലത്തെ HM ആണ്. ജയന്തിയാണ് എൻ്റെ പേര്. നമുക്ക് ഈ വർഷവും SSLC 2025-26 ബാച്ചിലത്തെ കുട്ടികളിൽ 100% വിജയം കരസ്ഥമാക്കി. SSLC പരീക്ഷയിൽ ഞങ്ങളെ സ്കൂളിൽ 10 കുട്ടികൾക്കാണ് ഫുൾ A+ഉം 5 കുട്ടികൾക്ക് 9 A+ഉം 7 കുട്ടികൾക്ക് 8 A+ഉം കിട്ടിയിട്ടുണ്ട്. TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം ലഭിച്ചതിന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. TMC ഭാരവാഹികളോട് ഞങ്ങളെ നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ദീപ. ഞാൻ ഇവിടെ ഹയർ സെക്കൻഡറിയിലെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ടീച്ചറാണ്. ഞങ്ങളുടെ സ്കൂളിന് ഇത്രയും വലിയൊരു വിജയം കിട്ടിയതിൽ വളരെയധികം അഭിമാനിക്കുന്നു. അതായത് 90% എബോവ് തന്നെ ഒരുപാട് കുട്ടികളാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കഴിവിനനുസരിച്ച് അവരെ ഉയർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയധികം വിജയം കിട്ടിയതിൽ ഒരുപാട് അഭിമാനിക്കുന്നു. എൻ്റെ പേര് ഷീജ. ഞാൻ കൊമേഴ്സിൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. എൻ്റെ സബ്ജക്റ്റ് ഹിന്ദിയാണ്. കുട്ടികളുടെ ഈ ഇത്രയും വലിയൊരു വിജയത്തിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. പിന്നെ കുട്ടികളുടെ ഹാർഡ് വർക്കും ഞങ്ങളുടെ പരമാവധി, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പരമാവധി അവർക്ക് വേണ്ട കാര്യങ്ങൾ സഹായിച്ചു കൊടുത്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ ഹാർഡ് വർക്കും കൂടിയായപ്പോൾ ഞങ്ങൾക്ക് ഭേദപ്പെട്ട ഒരു റിസൾട്ട് ഉണ്ടാവാൻ സാധിച്ചു. 90% എബോ 80% എബോ ഒക്കെ ഒരുപാട് കുട്ടികളെ ഞങ്ങളുടെ സ്കൂളിന് വേണ്ടി വാങ്ങിത്തരാൻ സാധിച്ചു. അതിൽ ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട്. കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഈ വർഷത്തെ SSLC +2 വിജയം വളരെ നല്ല രീതിയിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ച ഈ സ്കൂളിൻ്റെ ടീച്ചേഴ്സ്, കൂടാതെ PTA, രക്ഷിതാക്കൾ, കുട്ടികൾ എല്ലാവരുടെയും വളരെ കഠിനമായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾക്ക് മണൂർ പഞ്ചായത്തിൽ നല്ല വിജയ ശതമാനം ഈ സ്കൂളിൽ നേടിയെടുക്കാൻ സാധിച്ചത്. സ്ട്രിക്റ്റായ വാല്യുവേഷൻ ഉണ്ടായിരുന്നിട്ടും കൂടി 10 ഫുൾ A+കൾ നമ്മുടെ കുട്ടികൾക്ക് നേടാനായിട്ട് സാധിച്ചത് വലിയൊരു നേട്ടമാണ്. കൂടാതെ +2-ൽ വർഷങ്ങളായി നമ്മൾ വളരെ വിജയശതമാനം കുറഞ്ഞിരിക്കുന്ന അവസ്ഥയായിരുന്നു. പക്ഷേ ഈ വർഷം ടീച്ചേഴ്സിൻ്റെ എല്ലാം കുട്ടികളുടെ എല്ലാം കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിക്കൊണ്ട് കോമേഴ്സിൽ 1 A+ഉം 1 ഫുൾ A+ഉം കമ്പ്യൂട്ടർ സയൻസിൽ 3 ഫുൾ A+ നേടാൻ സാധിച്ചു. അങ്ങനെ 85.5% റിസൾട്ടാണ് നമ്മൾക്ക് +2-ൽ നേടാൻ സാധിച്ചത്. അത് വലിയൊരു നേട്ടമാണ്. ഒരു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂൾ വലിയ ഫുൾ A+കാരൊന്നും 10 ഫുൾ A+ നേടിയ കുട്ടികളൊന്നല്ല നമ്മുടെ സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവരുടെ സ്വപ്രയത്നം കൊണ്ട് ഇത്രമാത്രം വിജയം നേടിയെടുത്തത് ഈ സ്കൂളിൻ്റെ ടീച്ചേഴ്സിൻ്റെയും PTA-യുടെയും പ്രയത്നഫലമാണ്. ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ പരിസരത്തുള്ള വ്യക്തിത്വങ്ങൾ, പ്രധാനപ്പെട്ട പ്രവർത്തകർ, ഇവരെല്ലാവരും നമ്മുടെ സ്കൂളിന് വേണ്ടി, ശ്രീനാരായണ ഗുപ്ത സമാജ സ്കൂളിന് വേണ്ടി വളരെയധികം സഹായ സഹകരണങ്ങൾ നൽകുന്നുണ്ട്. വീണ്ടും നല്ല രീതിയിലുള്ള വിജയശതമാനം നമുക്ക് ലഭിക്കട്ടെ എന്നും ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്
നമസ്തേ. എൻ്റെ പേര് സ്റ്റീവൻ. ഞാനിവിടെ പഠിച്ചതാണ്. +2 ഇപ്പോൾ ഫുൾ A+ കിട്ടി. അപ്പോൾ ഇതെൻ്റെ മാത്രം ഒരു വിജയമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ടീച്ചേഴ്സ് അതിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ കുറേ മെറ്റീരിയൽ ആയാലും കുറേ കാര്യങ്ങളായാലും ടീച്ചർമാരുടെ ഭാഗത്തു നിന്ന് എല്ലാ സഹകരണവും ഉണ്ടായിട്ടുണ്ട്. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഓരോ കുട്ടീനും ടീച്ചർമാരിങ്ങനെ സ്പെഷ്യലായിട്ട് നോക്കും, ഇങ്ങനെ ആ കുട്ടിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ കുട്ടിക്ക് പെർഫോം ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ടീച്ചർമാർ എല്ലാതും ചെയ്യണത്. അപ്പോൾ അതിൽ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ പേര് മെഹറിൻ PM. ഞാനിവിടെ കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമിലാണ് പഠിച്ചത്. എനിക്ക് പറയുമ്പോൾ ഞാൻ എല്ലാതും ഒറ്റക്കാണ് പഠിക്കാറ്. എനിക്കെന്ന് വെച്ചാൽ ടീച്ചേഴ്സ് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ മിക്ക സമയത്തും ഞാൻ ഒറ്റക്ക് അധ്വാനിച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത്. എല്ലാവരും ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉമ്മ അങ്ങനെ പഠിക്കാനൊന്നും പറയാറില്ല, ഞാൻ തന്നെ അങ്ങനെ പഠിച്ചിട്ടാണ് എല്ലാതും ഇങ്ങനെയൊക്കെ എത്തിച്ചത്. ടീച്ചേഴ്സും കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ടീച്ചേഴ്സ് ഇങ്ങനെ എല്ലാതും ഇങ്ങനെ പറഞ്ഞു തരാറുണ്ട്, സപ്പോർട്ട് ചെയ്യാറുണ്ട്, എല്ലാതും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഞാനും കൂടി നന്നായിട്ട് അധ്വാനിച്ചിട്ടാണ് ഇത്രയ്ക്കും എത്തിയെന്ന് ഞാൻ പറയാനുള്ളൂ. ഹലോ, എൻ്റെ പേര് കൃഷ്ണേന്ദു. ഞാൻ SNGS കാരമുക്കിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇപ്രാവശ്യം എനിക്ക് 10A+ കിട്ടി. ഇവിടുത്തെ ടീച്ചർമാരുടെ സപ്പോർട്ടും HMൻ്റെ സപ്പോർട്ടും മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് കാരണം ഞങ്ങൾക്ക് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. ഞങ്ങൾക്ക് മുടക്കുള്ള ദിവസങ്ങളിൽ വരെ ടീച്ചർമാർ ഓരോരുത്തരെ ഒരു 5 കുട്ടികളെ വരെ ആക്കി വെച്ച് ഞങ്ങളെ വിളിച്ച് ഇരുത്തി പഠിപ്പിക്കുമായിരുന്നു. അത്ര സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യമൊക്കെ ഞങ്ങൾ എന്തോ പ്രാവശ്യം വേണ്ടി ചോദിച്ചാലും പറഞ്ഞുതരും. അപ്പോൾ TMC ഗ്രാമയുടെ വിദ്യാഭ്യാസ പുരസ്കാരം ലഭിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. എൻ്റെ പേര് SL തോമസ്. ഞാൻ ഇവിടെ SNGS സ്കൂളിലാണ് പഠിച്ചിരുന്നത്. നമ്മൾക്ക് 6 പേർക്കും ഇവിടെ ഫുൾ A+ കിട്ടിയതാണ്. ടീച്ചർമാരെല്ലാവരും ഭയങ്കര സപ്പോർട്ട് തന്നെയായിരുന്നു. സപ്പോർട്ട് ചെയ്ത എല്ലാ ടീച്ചർമാർക്കും നന്ദി.